ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന വലിയൊരു പരീക്ഷണമാണ് കടബാധ്യതകൾ. പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താനും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും ഇത് കാരണമാകാറുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നവൻ സർവശക്തനായ അല്ലാഹുവാണ്. അവനിലേക്ക് കൽബ് തിരിക്കുക എന്നതാണ് കടം വീട്ടാനുള്ള ആദ്യത്തെ വഴി. സ്വലാത്തുൽ ബയാൻ. നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ദുആകൾ സ്വീകരിക്കപ്പെടാനും പ്രയാസങ്ങൾ നീങ്ങാനുമുള്ള ഏറ്റവും വലിയ മാർഗമാണ്. നിങ്ങൾ സൂചിപ്പിച്ച ഈ സവിശേഷമായ സ്വലാത്ത് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഫ്തഹ് ലനാ ബിഹാ ബയാനൽ ഹഖ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ അനുഗ്രഹം വർഷിക്കണമേ. ആ സ്വലാത്ത് മുഖേന സത്യത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ. ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ നീക്കി പ്രകാശം നൽകുകയും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അഥവാ വഴികൾ നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നു. കടം വീട്ടാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ താഴെ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. അല്ലാഹു സഹായിച്ചാൽ മാത്രമേ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന ഉറച്ച വിശ്വാസം വേണം. സ്വലാത്ത് പതിവാക്കുക. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ ശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി 7 ദിവസം തുടർച്ചയായി 33 തവണ ഈ സ്വലാത്തുൽ ബയാൻ ചൊല്ലി അല്ലാഹുവിനോട് ഇരക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. പാപമോചനം തേടുന്നതുവഴി ഉപജീവനത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നുതരും. ഹലാലായ വരുമാനം, പലിശയിൽ നിന്നും മറ്റ് ഹറാമായ ഇടപാടുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക. പ്രിയപ്പെട്ടവരെ, കടം വീട്ടാനുള്ള ആത്മാർത്ഥമായ നീയത്തോടെ നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു തീർച്ചയായും വഴി കാണിച്ചു തരും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുവാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.